സുലൈമാനെ പറ. അങ്ങനെ എനിക്കും കിട്ടി ഒരു പട്ടം. എനിക്ക് ഈ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഈ പട്ടം കിട്ടിയ അച്ഛൻ പറയുന്നത് കേട്ടു നോക്കിയേ. നിങ്ങൾ എന്നെ സംഘിയാക്കി. കേരളത്തിൽ ഒരാൾ എങ്ങനെ സംഘിയാവുന്നു? നികുതി കൊടുക്കാതെ, ടോൾ കൊടുക്കാതെ. അയ്യോ, എന്താ സുലൈമാനത്? നീ ആ സംഘി ഫാദറിനെ, ആ അച്ഛനെ വിട്ടിട്ട്, സംഘി അച്ഛനെ വിട്ടിട്ട് നീ നിന്റെ കാര്യം പറ സുലൈമാനെ. എന്താ സുലൈമാനത്? നീ പറ, നിന്റെ കാര്യം പറ. ഇന്ന് കമന്റുകളിൽ എന്നോട് ചാണകം തിന്നോളാനും ഗോമൂത്രം കുടിക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പട്ടം സ്വീകരിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതാണോ സുലൈമാനെ നിന്റെ പ്രശ്നം? നീ കാര്യം പറ സുലൈമാനെ, ചുമ്മാ തമാശ കളിക്കാതെ. ഇതേ ഉസ്താദ് പറയുന്നത് കേട്ടു നോക്കിയേ. നിങ്ങൾ ഏത് സംഖ്യയാണ്? മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ ഈത്തപ്പനയുടെ മറവിൽ നബിതങ്ങളെ വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന്. എടാ എന്റെ പൊന്നാര സുലൈമാനെ, നീ മറ്റുള്ളവരുടെ തോളിൽ ചാഞ്ഞു നിൽക്കാതെ നിന്റെ കാര്യം പറയാനുള്ള ത്രാണി നിനക്കില്ലേ സുലൈമാനെ? നീ നിന്റെ കാര്യം പറ സുലൈമാനെ, പറടാ. നമ്മുടെ ഈ മുഹമ്മദിന് രാത്രി മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ തോൽക്കുടത്തിൽ മുട്ടിയിട്ട് കട്ടിലിന്റെ അടിയിൽ വെക്കുന്ന പരിപാടിയുണ്ട്. എഴുന്നേറ്റ് പോകാൻ പഠിച്ചിട്ട് നമ്മുടെ പണ്ട് കാലത്ത് കോളാമ്പി പോലെ വിചാരിച്ചു. എടാ സുലൈമാനെ, നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. നീ ഇപ്പൊ ഇസ്ലാം മതം വിട്ടുകൊണ്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചത് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ട് അതിൽ അപസ്വസ്ഥനായിട്ടൊന്നും അല്ല. നല്ലൊരു നസ്രാണി പെണ്ണിനെ കല്യാണം കഴിച്ച്, സാമ്പത്തികമുള്ള നസ്രാണി പെണ്ണിനെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയി സെറ്റിലാകുക, ജീവിതം പച്ചപിടിപ്പിച്ച് സെറ്റിലാകുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് നീ ക്രിസ്ത്യനായത്. അത് ഒരു പരിധി വരയ്ക്കും വിജയിക്കുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കയ്യിലിരിപ്പ് മോശമായത് കൊണ്ട് തന്നെ നീ നിന്റെ ഭാര്യയെ മിക്സി കൊണ്ട് തലക്കടിക്കുകയെ, ആ ഭാര്യ നിന്നെ ഒലക്ക കൊണ്ട് നിന്റെ നെഞ്ചത്തടിക്കുകയെ, മൊത്തത്തിൽ കുടുംബം അലകൊലമായി പിരിഞ്ഞു. അതോടുകൂടി ക്രിസ്ത്യാനികളെല്ലാം കൂടി നിന്നെ ചവിട്ടി പുറത്താക്കി. അച്ചായന്മാർക്ക് നിന്റെ സുവിശേഷം ഇനി കേൾക്കുകയും വേണ്ട. പിന്നെ നിന്റെ ചാരിറ്റി, അതിന് അച്ചായന്മാർ ഇനി പൈസയും തരില്ല. ഇനിയിപ്പോൾ നീക്ക് ജീവിക്കുകയാണെങ്കിൽ പണിയെടുത്തിട്ടേ ജീവിക്കാൻ കഴിയുള്ളൂ. പിന്നെ വയർപ്പിന്റെ അസുഖമുള്ളത് കൊണ്ട് നിനക്ക് ഇനിയിപ്പോൾ പണിയെടുക്കാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ആരിഫ് കുഷൻ നാറി ചെയ്യുന്ന പോലെ തന്നെ ഇനി മുസ്ലിങ്ങളെ കുറ്റവും പറഞ്ഞുകൊണ്ട് സംഘികളെ സുഖിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഇതാണ് തൻ്റെ ഉദ്ദേശം. ഇപ്പോ മനസ്സിലായില്ലേ എന്റെ പൊന്നാര സുലൈമാനെ? നീയൊക്കെ അവസാനം ഇങ്ങനെ മൂഞ്ചി ഊമ്പി തിരിയത്തേ ഉള്ളൂ. പിന്നെ ഇസ്ലാം മതം ഉള്ളത് കൊണ്ട് നിനക്കൊക്കെ കഞ്ഞു കുടിച്ചു പോകാം 3 നേരം. എണീറ്റ് പോടാം.